മലപ്പുറം കുറ്റിപ്പുറത്ത് ദേശീയപാതയിൽ സ്വകാര്യ ബസ് അപകടത്തിൽപ്പെട്ട സ്ഥലത്ത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്ന് പരിശോധന നടത്തും. തിരൂർ ജോയിന്റ് RTOയുടെ നേതൃത്വത്തിലാണ് പരിശോധന. ബസ്സിനകത്തെ CCTV ദൃശ്യം പോലീസും പരിശോധിക്കും. ദേശീയപാതയിൽ അപകടം പതിവാകുന്ന കൈലാസ് ഓഡിറ്റോറിയത്തിന് സമീപത്തെ നിർമ്മാണത്തിലെ അപാകത പലതവണ ചൂണ്ടിക്കാട്ടിയതാണ് എന്ന് കുറ്റിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് കൈപ്പള്ളി അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ഏറ്റവും വലിയ അമിതവേഗതയാണ് ബസ്സിന് ഇത്രയും വലിയ അപകടം ഉണ്ടാക്കാൻ കാരണം. ഈ ഇന്നലത്തെ നടന്ന അപകടം മാത്രമല്ല, ബസ്സുകൾക്ക് ഒന്നാമത്തത് ബസ്സുകൾ മരണപ്പാച്ചിൽ വലിയൊരു വിഷയമാണ്. ബസ്സുകൾക്ക് സമയമില്ല, ആളുകളെ ഇറക്കാൻ പോലും നേരമില്ല. ഇപ്പം അടുത്ത കാലത്ത് കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിൽ സംഭവം ഉണ്ടായി. കോഴിക്കോട് നിന്ന് തൃശ്ശൂരേക്ക് പോകുന്ന ബസ്സിൽ ആളിറങ്ങാൻ 2 മിനിറ്റ് വൈകിയപ്പോൾ കണ്ടക്ടർ പിടിച്ച ആളും ബസ് സ്റ്റാൻഡിലേക്ക് തള്ളിയിട്ടു. ഞങ്ങളൊക്കെ അന്ന് ഇടപെട്ടിരുന്നു. അപ്പോൾ അതിനൊരു മാറ്റം വന്നാൽ മാത്രമേ അപകട സാധ്യത കുറയാൻ സാധിക്കൂ എന്നാണ് നമുക്കൊക്കെ കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ അപകടം ഇല്ലാതാക്കാൻ പഴയ NH-17 ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ റോഡിൻ്റെ അശാസ്ത്രീയതയാണ് ഇവിടെ സ്ഥിരമായി ഒരു അപകട മേഖലയാവാനുള്ള പ്രധാന കാരണം. തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ടൊരു 4-5 അപകടങ്ങൾ ഒരു മാസത്തിനകത്ത് തന്നെ ഉണ്ടായി. 3-വേ ലൈന് കോഴിക്കോട് തൃശ്ശൂർ ഭാഗത്തേക്ക് ഇല്ല. അവിടെ പഴയ കുറ്റിപ്പുറം ഹൈവേ NH റെയിൽവേ മേൽപ്പാലം മാത്രമേ ഉള്ളൂ. അത് വലിയ പ്രയാസം ഉണ്ടാക്കുന്നത് ഞങ്ങൾ അന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചു. പക്ഷേ അവർ പറഞ്ഞത് റെയിൽവേൻ്റെ അനുമതി പ്രശ്നമുണ്ട്, ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഉള്ളതുകൊണ്ട് ഇവിടെ വീതി കൂട്ടാൻ സാധ്യമല്ല. വിവരങ്ങളുമായി കുറ്റിപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നുണ്ട്. ശാന്തൻ, ഇതിപ്പോൾ ആളുകളിൽ മൊത്തത്തിൽ വലിയ ഭീതി വരുത്തിയ ദൃശ്യമാണ് ആ കണ്ടത്. ആ ബസ് അങ്ങനെ മറിയും എന്നുള്ളത്, ഒരു ബസ് ഇങ്ങനെ അപകടത്തിൽപ്പെടുന്നത്, റോഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് അപകടത്തിൽപ്പെടുന്നത് അപൂർവ കാഴ്ചയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ റോഡിൻ്റെ അശാസ്ത്രീയത ഒരു പ്രശ്നമാണെന്ന് നാട്ടുകാർ പറയുന്നു. പക്ഷേ അത് കൂടുതൽ പരിശോധിച്ചതിന് ശേഷം വേണമല്ലോ അക്കാര്യത്തിലൊരു നിഗമനത്തിലെത്താൻ. എന്താണ് ഇപ്പോൾ അധികൃതർ ആലോചിക്കുന്നത്? ഹർഷൻ, ഇത് റോഡിന്റെ അശാസ്ത്രീയത എന്നുള്ളത് വസ്തുത തന്നെയാണ്. കാരണം ഒരു 6 വരി പാതയാണ് ഇത്. 6 വരി പാതയിൽ ഒരു വശത്തെ 3 വരി പാത. ആ 3 വരി പാത ഈ അപകടം നടന്നതിന് ഏകദേശം ഒരു 100 മീറ്റർ കഴിഞ്ഞാൽ പിന്നെ അത് 2 വരി പാതയായി മാറുകയാണ്. അതായത് തൊട്ടപ്പുറത്ത് ഒരു പാലമാണ്, ആ പാലം പിന്നീട് അത് 2 വരി പാതയായി മാറുന്നു. അപ്പോൾ അതിന് തൊട്ടും ഒരു 50 മീറ്റർ ഇപ്പുറത്താണ് ഈ നാഷണൽ ഹൈവേയിലേക്കുള്ള എൻട്രി പോയിന്റ് ഉള്ളത്. അപ്പോൾ മറ്റ് സർവീസ് റൂട്ടിൽ നിന്നുള്ള എൻട്രി പോയിന്റും ഇതുവഴിയാണ്. ആ വാഹനങ്ങളും ഈ നാഷണൽ ഹൈവേയിലേക്ക് കടക്കും. അമിത വേഗതയിൽ അപ്പുറത്തു കൂടെ വലിയ വേഗത തന്നെയാണ് ബസ്സുകൾ വരികയും അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ വരികയും ചെയ്യുന്നത്. ഇത് പിന്നീട് പോകുന്നത് നേരെ 2 വരി പാതയിലേക്കാണ്. അപ്പോൾ വാഹനങ്ങളെ വേഗത കുറയ്ക്കേണ്ടി വരുന്നു, അവ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. അതാണ് ഈ അപകടത്തിനുണ്ടാകാനുള്ള എല്ലാം കാരണം. ഇത് ഇന്നലെ ഉണ്ടായ ഒരു അപകടം മാത്രമല്ല, കഴിഞ്ഞ ഒരു 2.5 മാസം മുമ്പാണ് ഈ റോഡ് പ്രവൃത്തി പൂർത്തിയായി തുറന്നു കൊടുത്തത്. ഈ തുറന്നു കൊടുത്തതിന് ശേഷം ഏകദേശം 25ഓളം അപകടങ്ങൾ ഈ 2.5 മാസത്തിനിടെ ഇവിടെ ഉണ്ടായി. കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ഏകദേശം 9 വാഹനങ്ങൾ ഒരുമിച്ച് കൂട്ടിയിടി ഉണ്ടായത്. ഒരേ ദിശയിൽ വരുന്ന വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന സംഭവം ഉണ്ടാകുന്നു. ഇന്നലെ ഒരു ബസ് അപകടത്തിൽപ്പെട്ട ഒരു മരണം സംഭവിച്ചുവെങ്കിൽ കഴിഞ്ഞ ഒരു 2.5 മാസത്തിനിടെ ഏകദേശം 24ഓളം അപകടങ്ങളാണ് ഈ ഭാഗത്ത് മാത്രം ഉണ്ടായത്. ഇത് നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ, നാട്ടുകാർ പറയുന്നത് പോലെ ഇതിന്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഇവർ ഇതിന്റെ അശാസ്ത്രീയത എല്ലാം ചൂണ്ടിക്കാണിച്ചിരുന്നു. കാരണം ഈ 3 വരി പാത പിന്നീട് 2 വരിയായി ആകുമ്പോൾ അത് അപകടം വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും എന്നുള്ളത്. മറ്റൊന്ന്, ഈ ഹൈവേയിലേക്കുള്ള എൻട്രി പോയിന്റിലേക്ക് വാഹനങ്ങൾ വരുമ്പോൾ അമിത വേഗതയിൽ പ്രധാന പാതയിലൂടെ വരുന്ന വാഹനങ്ങൾ അമിത വേഗതയിൽ വന്ന് അത് അപകടം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതെല്ലാം ഇത് നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാവുന്നതാണ്. കാരണം ഇപ്പോൾ കാണാം, അത് കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലമാണ്. ആ റെയിൽവേ മേൽപ്പാലത്തിന്റെ തൊട്ടിപ്പുറത്ത് കൂടെയാണ് ഈ പാത പോകേണ്ടത്. അത് 2 വരി പാത മാത്രമാണ്. ആ 2 വരി പാതയിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ ഉണ്ടാവുന്ന ഗതാഗതക്കുരുക്ക് ഇവിടെ പതിവാണ്. പിന്നെ അവയെല്ലാം പെട്ടെന്നാണ് അത്തരത്തിൽ ഈ വാഹനങ്ങൾ വേഗത്തിൽ വരുന്ന വാഹനങ്ങളെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്യുക. അപ്പോൾ ഇവയെല്ലാം കൂടിയാണ് ഈ അപകടങ്ങൾ ഉണ്ടാകാനുള്ള കാരണം. അത് നാട്ടുകാർ പറയുന്നത് തീർത്തും വസ്തുതകൾ തന്നെയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ റോഡിന്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയത തന്നെയാണ്. അശാസ്ത്രീയത മാത്രമല്ല, നിർമ്മാണത്തിലെ ആസൂത്രണമില്ലായ്മ കൂടി ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. കാരണം ഈ റെയിൽവേയുടെ മേൽപ്പാലം വീതിയുള്ള മേൽപ്പാലം നിർമ്മിക്കാത്തതാണ് ഇതിലെ പ്രധാനപ്പെട്ട തടസ്സമുണ്ടായിട്ടുള്ളത്. ഏറ്റവും വലിയ അപകടങ്ങൾക്കും ഇപ്പോഴുണ്ടാകുന്ന ഈ അപകടങ്ങൾക്കും കാരണമായിട്ടുള്ളത്. അത് നാട്ടുകാർ അത് പലതവണ നേരത്തെ ഈ പ്രദേശത്തുകാർക്കാണ് ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്നത്. ഇവിടുത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അത് കൃത്യമായി നേരത്തെ അവതരിപ്പിക്കുകയും ചെയ്തതാണ്. പക്ഷേ അവയൊന്നും മുഖവിലേക്ക് എടുക്കാൻ ഈ നാഷണൽ ഹൈവേ അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ അപകടങ്ങൾ തുടരാനുള്ള കാരണം. ഇന്നലെ ഈ കുറ്റിപ്പുറത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ആ റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണോ കാരണം എന്നുള്ളത് പരിശോധിക്കണം എന്നാണ് പറയുന്നത്.